നമസ്കാരം. ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് വൻ പദ്ധതികൾ ഒരുക്കി കേന്ദ്ര സർക്കാർ. ദ്വീപിൽ ബൃഹത്തായ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊപ്പം ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികൾക്കായി ആകർഷണീയ സൗകര്യങ്ങൾ ഒരുക്കാനും 8 മെഗാ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ച് 1 വർഷം പിന്നിടുന്ന അവസരത്തിലാണ് ഈ പദ്ധതികൾ കേന്ദ്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഉടൻ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ബൃഹത് പദ്ധതികളിലൂടെ ലക്ഷദ്വീപ് മാലിദ്വീപിന് സമാനമായ വികസന മുന്നേറ്റത്തിന് വേദിയായി തീരും. കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിക്കൊപ്പം ലക്ഷദ്വീപിലെ ആഭ്യന്തര ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ദ്വീപിലെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത്. പദ്ധതികൾക്ക് ആവശ്യമായ സാങ്കേതിക പിന്തുണ നൽകുന്നത് കൊച്ചിൻ തുറമുഖ അതോറിറ്റിയാണ്. ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അസിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപിന്റെ വികസനത്തിനായുള്ള 303 കോടി രൂപയുടെ ആദ്യ പദ്ധതി പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. പ്രാരംഭഘട്ടത്തിൽ കടമത്ത് ദ്വീപിലെ ജെട്ടികളുടെ നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആദ്യ പദ്ധതിക്കായുള്ള ടെൻഡറുകളും ക്ഷണിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് 407 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കടമത്ത് ദ്വീപിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ജെട്ടികൾ നിർമ്മിക്കുക, യാത്രക്കാർക്കും സഞ്ചാരികൾക്കുമായുള്ള കെട്ടിടങ്ങൾ എന്നിവയ്ക്കായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാനമായും ആദ്യ പദ്ധതി ലക്ഷ്യമിടുന്നത്. ലക്ഷദ്വീപിലെ അമിനിഡിവി ദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപാണ് കടമത്ത്. 3.34 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കടമത്ത് ദ്വീപിന് 9.3 കിലോമീറ്റർ നീളവും 0.57 കിലോമീറ്റർ വീതിയുമുണ്ട്. കടമത്ത് ദ്വീപിൽ നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഓപ്പൺ ജെട്ടി യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും നങ്കൂരമിടാനുള്ള സൗകര്യം ഒരുക്കും. ജെട്ടിയുടെ നീളം 360 മീറ്റർ ആണ് എന്നതിനാൽ തന്നെ ക്രൂയിസ് കപ്പലുകൾക്കും ഇവിടെ നങ്കൂരമിടാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നയരേഖ വ്യക്തമാക്കുന്നു. കൂടാതെ ലോകോത്തര നിലവാരത്തിലുള്ള യാത്രക്കാരുടെ വിശ്രമമുറിയും ഇതിനോടനുബന്ധിച്ച് സ്ഥാപിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഈ വിധത്തിൽ യാത്രാ കപ്പലുകൾക്കായുള്ള മൾട്ടി മോഡൽ ജെട്ടി വികസിപ്പിച്ച് ദ്വീപിലുടനീളമുള്ള യാത്ര സുഗമമാക്കാൻ ഈ പദ്ധതി വഴി സാധിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് ആകർഷിക്കാനാകും. ഇതുകൂടാതെ കൽപ്പേനി ആന്ത്രോത്ത് ദ്വീപുകളുടെ കരയോട് ചേർന്ന് യാത്രക്കാർക്കായുള്ള വിശ്രമമുറികളും വെയർ ഹൌസുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്ന പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുകയാണ്. കൂടാതെ അഗത്തി, മിനിക്കോയ്, കവരത്തി ദ്വീപുകളിലെ കിഴക്കൻ ജെട്ടിയുടെ വിപുലീകരണവും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ വലിയ കപ്പലുകൾക്കും ഈ ദ്വീപുകളുടെ തീരത്തെത്താൻ സാധിക്കും. കടമത്ത് ദ്വീപിൽ എന്ന പോലെ തന്നെ കൽപ്പേനി ദ്വീപിലും പടിഞ്ഞാറൻ ജെട്ടി വികസിപ്പിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രവുമല്ല, ക്രൂയിസ് കപ്പലുകളെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഓപ്പൺ ജെട്ടിയുടെ വികസനവും കൽപ്പേനിയിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ആന്ത്രോത്ത് ദ്വീപിൽ മൾട്ടി മോഡൽ ജെട്ടിയും നാവിക ജെട്ടിയും സാധ്യമാക്കും. കടമത്ത്, കൽപ്പേനി, ആന്ത്രോത്ത് എന്നീ ദ്വീപുകളിൽ സ്ലിപ്പ് വേയും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. ഇതിനെല്ലാം പുറമെ ലക്ഷദ്വീപിലെ ജനവാസമുള്ള ദ്വീപുകളിൽ തുറമുഖവും ഷിപ്പിംഗ് സൗകര്യവും ഒരുക്കാനും കേന്ദ്രം പദ്ധതിയിടുന്നുണ്ട്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കൂടി യാഥാർത്ഥ്യമായാൽ അത് സഞ്ചാരികൾക്കെന്ന പോലെ ചരക്ക് ഗതാഗതത്തിനും ഏറെ ഗുണകരമായി തീരും. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് 36 ചെറു ദ്വീപുകൾ ചേർന്ന ദ്വീപ സമൂഹമാണ്. ഇവിടെ 10 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. 17ഓളം ദ്വീപുകളിൽ ഇപ്പോഴും ആൾതാമസമില്ല. ജനവാസമില്ലെങ്കിലും ചില ദ്വീപുകളിൽ മാത്രം പ്രത്യേക അനുമതിയോടെ പ്രവേശിക്കാൻ സർക്കാർ സന്ദർശകരെ അനുവദിക്കുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്ക് പുറമേ നിന്നുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ പോകാനാവില്ല. ദ്വീപ് അധികൃതരുടെ അനുമതിയോടെ മാത്രമേ ലക്ഷദ്വീപിൽ സന്ദർശനം നടത്താൻ കഴിയൂ. ദ്വീപിലെ ജനങ്ങൾ മറ്റു ദ്വീപുകളിലേക്ക് പോകാൻ പ്രധാനമായും ജലഗതാഗത മാർഗങ്ങളാണ് ആശ്രയിക്കുന്നത്. കൂടാതെ ദ്വീപിൽ നിന്ന് മത്സ്യവും നാളികേരവും കടൽ മാർഗം കയറ്റുമതി ചെയ്തു വരുന്നുമുണ്ട്. ദ്വീപിലേക്ക് ആവശ്യമായ ചരക്കുകൾ കൊച്ചി, ബേപ്പൂർ, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി കേരളത്തെയാണ് ആശ്രയിച്ചു വരുന്നത്. മൺസൂൺ അവസാനിക്കുന്നതോടെ ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര കാലമാണ്. ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ സമീപ ഭാവിയിൽ നടപ്പിലാക്കാനൊരുങ്ങുന്ന വിവിധ പദ്ധതികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.